ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസ് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് അവർ വിപ്ലവകാരികൾ, അവർ പണ്ഡിതരല്ല, അവർ വിപ്ലവകാരികൾ. അതാണോ മുദ്രാവാക്യം വരെ അങ്ങനെ ആയിപ്പോയത്. ആ ധാർമ്മികം എന്നുള്ളത് ഒഴിവാക്കിയാൽ മതി, ബാക്കി ഓക്കെയാണ്. കാലും കൈയും തല്ലിപ്പൊളിക്കുന്നവർക്ക് എന്ത് ധാർമ്മികതയാ? അപ്പൊ ഷെയ്ഖുനെ തന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടില്ല നിങ്ങൾ? ഇതുവരെ അടുത്ത കാലത്തായിട്ട് പറിച്ചുണ്ടാക്കിയ ഒരു പച്ച കളർ. ഇതിനെന്താ തെളിവ്? ഒരു തെളിവില്ല. വളരെ തൊള്ളപ്പുട്ടി ഏതെങ്കിലും ഗുരുവത്തൂരുകളെ ആരെങ്കിലും പറിച്ചുണ്ടാക്കുക, എന്നിട്ട് അത് ഇങ്ങനെ പ്രചരിപ്പിക്കുക. അങ്ങനെ സീമലുള്ള പറഞ്ഞ തെളിവുണ്ടോ? നേരെ മറിച്ച് എത്ര ആളുകളോടാണ് സീമലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ എ പി ഉസ്താദിന്റെയും മുള്ളാദങ്ങളെയും കൂടെ നിന്നോളൂ എന്നുള്ള പറഞ്ഞ എത്ര ആളുകൾ ഇന്ന് ഹയാത്തിലുണ്ട്? 1, 2, 3 അല്ല. വഫാത്തായവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒരുപാട് ആളുകൾ ഉണ്ട്. അതും അവസാന കാലത്ത് സമസ്തയിൽ ഭിന്നിപ്പുണ്ടായ ശേഷം പോയി പറഞ്ഞിട്ട് ഈ ഷെയ്ഖിന്റെ വാപ്പാനോടക്കം, വാപ്പാന്റെ സ്നേഹിതനായ മറ്റൊരാളോടക്കം ഒന്നുമില്ല, എത്രയോ ഉസ്താദുമാരോടും ഈ വിഷയവുമായി സീമലുള്ളാഹിനെ സമീപിച്ച സർവരോടും പറഞ്ഞത് എത്ര ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വിപ്ലവകാരികളാണെങ്കിൽ ഇവരെ കൂടെ വെക്കാൻ പറയോ? ഈ വണ്ടിയന്മാരെ കൂടെ വെക്കാൻ പറയോ? പച്ച കളവാണിത്. നിങ്ങൾ അടിച്ച് പിറ്റാക്കി വിടുന്നെ, ഒരു തെളിവില്ല. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുതരാണ്ട് സമസ്ത ഒന്നേ ഉള്ളൂ, അല്ലേ? സമസ്ത ഒന്നേ ഉള്ളൂ. ഏറ്റവും കുഞ്ഞിപ്പായത്തങ്ങൾ ഇവിടെ വന്നിരുന്നു. ജീവന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ശേഖനായുടെയും ഏപ്പിയുടെയും കുഞ്ഞിപ്പായത്തങ്ങളുടെയും പിന്നിൽ അണിഞ്ഞിരുന്നോ എന്ന് ബഹുമാനപ്പെട്ട ശേഖന കുത്തുബില്ലാരം CM വലിയുള്ളാഹി അവരുടെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. അതിന് സാക്ഷിയാണ് ഞങ്ങൾ. നിങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്നോളൂ. നിങ്ങൾക്കൊക്കെ അറിയാം, സമയത്ത് വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുതുബുൽ പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് കെട്ടിച്ചമച്ചുകൊണ്ടിരാ കള്ളസാക്ഷ്യം പറഞ്ഞാണ്ട്. ഇവരെ മഷ്ഹൂറാണ് മറ്റേത്, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടാണ്, മുതവാത്തിറായിട്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. ദീൻ പറയാൻ വേണ്ടി ഞാൻ ഏത്തുസ്ഥാനി കുഞ്ഞിക്കോയ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ കൂടെ നോളി. മാത്രല്ല സീമലുള്ളാഹിക്ക് താജുലുമ പോയപ്പം താജുലുമയോട് പറഞ്ഞ സംഭവം ഇവരെന്നെ എത്ര സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നൊന്നും വിപ്ലവകാരികളല്ലേനോ? അങ്ങനെ വിപ്ലവകാരികളാണെങ്കിൽ താജുലുമയോട് പറയോ? നമ്മളെ വീട്ടിലുണ്ടല്ലോ ഇപ്പൊക്കെ പാച്ച കള്ളം പറഞ്ഞ് നടക്കുക, ഒരു ഉളുപ്പില്ലാതെ. ഷെയ്ഖുന തന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇവിടെ മോയന്ത ഏടെങ്കിലും ഒന്ന് അടി ഉറച്ച് നിൽക്ക്. അപ്പൊ എന്റെ കോമടിച്ചാൽ അവതനെയും തള്ളി, അവതന്റെ വാപ്പനെയും തള്ളി അല്ലേ? ഓലക്കാണല്ലത് പറഞ്ഞത്. ഓലഞ്ഞി തള്ളിയോ? എവിടെങ്കിലും നിക്കടാ, ഈ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിരാമൻ ചാടുമ്പോൾ എന്തെന്നാണ് എന്റെ സ്ഥിതി അല്ലേ? ഉണ്ടാതൊക്കെ